നമസ്കാരം. ബി ദ പീപ്പിളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ച, മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് MLA സച്ചിൻ ദേവും ഒപ്പം തന്നെ KSRTC ഡ്രൈവർ യദുവും തമ്മിൽ ഉണ്ടായ ഒരു തർക്കം. ആ തർക്കത്തെ തുടർന്ന് നമ്മുടെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ, ഇതാണ് ഇന്നത്തെ ബി ദ പീപ്പിൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, തെരുവിൽ ശനിയാഴ്ച രാത്രി 9:45 തിരുവനന്തപുരത്തെ പാളയം സാഫല്യം കോംപ്ലക്സിന് തൊട്ട് മുൻപിൽ എന്തുണ്ടായി, അതിൻ്റെ ശരിതെറ്റുകൾ എന്ത്, കുറ്റവാളികൾ ആരൊക്കെ, തെറ്റുകുറ്റങ്ങൾ ആരുടെ വശത്ത് മാത്രം അല്ലെങ്കിൽ ഏതു വശത്ത് എങ്ങനെയൊക്കെ എന്ന് അളന്നു തൂക്കി തിട്ടപ്പെടുത്താനുള്ള മാധ്യമ വിചാരണയല്ല ഞങ്ങൾ നടത്തുന്നത്. അത്തരമൊരു വിചാരണയിലേക്ക് മാധ്യമങ്ങൾ പോകുന്നതിന് ഞങ്ങൾ ഒരിക്കലും അനുകൂലവുമല്ല. മറിച്ച് അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായി എന്നതിന് പിറകെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനഭിലഷണീയമായ കുറേ കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അതിരുകൾ നിശ്ചയിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നിശ്ചയിക്കാനുള്ള ഒരു ചർച്ചയാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ന്യൂസ് ഡെസ്കിലെ അംഗങ്ങളായ സിജുവുണ്ട്, ബിജു മുത്തത്തിയുണ്ട്, ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫായ ഷീജയും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഷീജയുടെ അധികാര പരിധിയിൽ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ വേണ്ടതും വേണ്ടാത്തതും പർവ്വതീകരിച്ചതും വക്രീകരിച്ചതും ഒക്കെയായ വിവരങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ശനിയാഴ്ച രാത്രി ഇവിടെ സംഭവിച്ചത്, അതേക്കുറിച്ച് നേരിട്ട് ഷീജയ്ക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും NPC ഈ വിഷയം ഉണ്ടാകുന്നത് NPC സൂചിപ്പിച്ചതുപോലെ തന്നെ 27-ാം തീയതിയാണ്. 27-ന് രാത്രി 9:50 മുതൽ ഒരു 10:15 ഈ ഒരു സമയത്തിനിടയ്ക്കാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മേയറുടെ കുടുംബം അവർ സഞ്ചരിച്ചിരുന്ന വാഹനം, ആ വാഹനം എനിക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ പട്ടം പ്ലാമൂട് എത്തുമ്പോൾ അവിടെ വെച്ചാണ് ഈ KSRTC വാഹനം, യദു ഓടിച്ചിരുന്ന KSRTC വാഹനം അമിത വേഗതയിൽ വരുന്നു. അവരുടെ വാഹനത്തെ, മേയറുടെ വാഹനത്തെ തട്ടാൻ പോകുന്നു. അതേ തുടർന്ന് റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മേയർ തന്നെ ഈ ഡ്രൈവറെ നോക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറെ നോക്കുമ്പോൾ അശ്ലീലകരമായ ഒരു ആംഗ്യം ഡ്രൈവർ മേയറെ കാണിക്കുന്നു. മേയറുടെ സഹോദരൻ്റെ ഭാര്യയും വാഹനത്തിലുണ്ടായിരുന്നു. അവർക്ക് നേരെയും അത്തരത്തിൽ ഒരു അശ്ലീല ആംഗ്യം കാണിക്കുന്നു. അതേ തുടർന്ന് വാഹനം വളരെ സ്പീഡിൽ ഓടിച്ചു പോകുന്നു. ഈ വാഹനം തന്നെ ഇവർ തുടർന്ന് പൂജപ്പുര വരെ പോകുന്ന ഒരു യാത്രയാണ്. അപ്പോൾ മേയറുടെ വാഹനം അവിടെ പാളയത്തേക്ക് എത്തുമ്പോഴാണ് ഈ വാഹനം അവർ കാണുന്നത്, വീണ്ടും കാണുന്നു. അപ്പോഴാണ് അവർ വാഹനം നിർത്തുകയും ഇറങ്ങി ഈ ഡ്രൈവറോട് നമ്മൾ ആ ദൃശ്യങ്ങൾ കൃത്യം നൽകി തന്നെയാണ് വാർത്ത നൽകിയത്. ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ മേയർ തന്നെ ഡ്രൈവറോട്, യദുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ആംഗ്യമാണ് കാണിച്ചത് എന്നുള്ളത്. വളരെ മോശമായിട്ടുള്ള ആംഗ്യമാണ് കാണിച്ചത് എന്ന തരത്തിലുള്ള പ്രതികരണം അപ്പോൾ അവിടെ വെച്ച് തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ കാണേണ്ടത് ഇതിനുശേഷം ഏത് രീതിയിൽ മാധ്യമങ്ങൾ ഈ വാർത്തയെ വളച്ചൊടിച്ചു എന്നുള്ളതാണ്. കാരണം ഈ വാർത്ത നൽകിയതെന്ന് പറയുന്നത് എല്ലാവരും KSRTC ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രമായിരുന്നു. മേയർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് കെട്ടിച്ചമച്ചത് എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങി. ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചത്. അതിനെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്തതിന് ശേഷം അന്ന് തന്നെ അവിടെ നിന്ന് നേരെ അവർ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു. കൃത്യമായ രീതിയിൽ അതിന് പ്രകാരം കേസെടുത്ത് അതിൻ്റെ അന്വേഷണം അത് പുരോഗമിക്കുന്നു. ഇന്നിപ്പോൾ ആ വാഹനം പരിശോധിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതാണ്. ഇതിൻ്റെ ഒരു കേസും ആ സംഭവത്തെക്കുറിച്ചും പറയുകയാണെങ്കിൽ പറയേണ്ടത് NPC. ഷീജയിലേക്ക് വരാം. അപ്പോൾ സിജു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അത് മേയർ തന്നെ ആയിരിക്കെ, കൂടെയുള്ളത് ഒരു MLA തന്നെ ആയിരിക്കെ, നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യും. മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണ്, നമ്മളൊക്കെ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്, പലതരം മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ്. അങ്ങനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സിജുവിൻ്റെ ഒരു ബോധ്യത്തിൽ എന്താണ്? അതാണോ കേരളത്തിൽ നടന്നത്? അവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. ഇതിൻ്റെ വഴിമാറ്റം ചർച്ച ചെയ്യേണ്ടത് അവിടെ നിന്നാണ്. തീർച്ചയായും അങ്ങനെ ഒരു പരിശോധന മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം.
ഇവിടെ നേരത്തെ NBC സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടിത് വാർത്തയായി എന്ന് പറയുന്നത് അത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ടും ആ ആര്യ രാജേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നത് അവരുടെ ഭർത്താവ് കൂടിയ സച്ചിൻ ദേവ് MLA ആ സംഭവത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടുമാണ്. പിറ്റേന്ന് തൊട്ടുള്ള മാധ്യമങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ ഏകപക്ഷീയമായ ഒരു വാർത്ത കൊടുക്കൽ രീതിയാണ്. ഏകപക്ഷീയമായ രീതിയിൽ എന്താണ്, മേയർ ഭർത്താവായ MLA സച്ചിനും കൂടി ചേർന്ന് KSRTC ഡ്രൈവറെ വഴിയിൽ തടഞ്ഞു, റോഡ് തടഞ്ഞ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന തരത്തിലെ ആണ് വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തത്. അതാണ് ഏകപക്ഷീയം എന്ന് പറഞ്ഞത്. സാധാരണ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്തയിൽ രണ്ട് പക്ഷവും കൊടുക്കാറുണ്ട്. എന്താണ് സംഭവിച്ചത്, ഒരു പക്ഷവും പിടിച്ചുകൊണ്ട് ഒരു മാധ്യമം ഒരു സംഭവത്തെ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറില്ല. ഇവിടെ ഒരു നടന്നതൊരു സംഭവമാണ്, ആ സംഭവത്തെ മാധ്യമങ്ങൾ വിലയിരുത്തിയത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മാധ്യമങ്ങൾ അനുവർത്തിച്ചു വരുന്ന രീതിയുണ്ട്. ഒരു വിഷയം, ഒരു തർക്കമുണ്ടായാൽ ആ തർക്കത്തിൽ ഒരു പക്ഷത്ത് നിൽക്കുന്നത് സ്വാഭാവികമായും ഇടതുപക്ഷത്ത് CPM-ലെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരാദ്യം പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് അയാളെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ ആയിരിക്കും. അതുപോലെ ഒരു പ്രതിഷ്ഠിക്കൽ ഈ വാർത്തയിലും നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതെ സിജു, അത് പറയുമ്പോൾ സാധാരണ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീപക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട്, അതായത് വാർത്തകൾ എപ്പോഴും തുല്യമായി തന്നെ നമ്മൾ നീതി വിഭജിക്കണം, എങ്കിൽ പോലും നീതിയുടെ തുലാസ് അല്പമൊന്ന് ചായുന്നുവെങ്കിൽ അത് സഹിക്കുന്നവരുടെ പക്ഷത്തേക്ക് ആയിരിക്കട്ടെ എന്നൊരു ബോധ്യം മാധ്യമപ്രവർത്തനത്തെയും നയിക്കുന്നുണ്ട്. പല നൈതിക പ്രസ്ഥാനങ്ങളെയും പോലെ മാധ്യമപ്രവർത്തകരെയും അത് ബാധിക്കുന്നതാണ്. നീതിയുടെ തുലാസ് അല്പമൊന്ന് ചായുന്നുവെങ്കിൽ അത് ഇവിടെ സ്ത്രീപക്ഷത്തേക്ക് ആയിരിക്കേണ്ട ഒരു ബാധ്യത അത് തട്ടിക്കളഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുത്തു എന്നത് തന്നെയാണ്. അതായത് സിജു ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ CPIM-ന്റെ ആരെങ്കിലും കിട്ടിയാൽ അവരെ ആക്രമിക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്നു എന്നാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് ഒരു രീതി ഉണ്ടായിരുന്നു. ഒരു കുറ്റവാളിയെ കിട്ടുകയാണെങ്കിൽ അത് തേങ്ങമോഷണക്കാരനാവട്ടെ, പോക്കറ്റടിക്കാരനാവട്ടെ, കള്ളനാവട്ടെ, കൊലപാതകിയാവട്ടെ, അയാളുടെ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ആ കേസിൽ FIR തയ്യാറാക്കുമ്പോൾ അന്നത്തെ പോലീസുകാരൊക്കെ അത് അവസാനിപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിലായിരിക്കും. ഇയാൾ മദ്യപാനിയും ഭാര്യാമർദ്ദകനും സർവോപരി കമ്മ്യൂണിസ്റ്റുകാരനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുക എന്നൊരു പറച്ചിലല്ല. അതൊരു കാലത്ത് കേരളത്തിലെ യാഥാർത്ഥ്യമായിരുന്നു. തിരുവിതാംകൂറും കൊച്ചി രാജ്യവും മലബാറുമായി തിരിഞ്ഞു കിടന്ന കേരളത്തിൽ പണ്ടൊക്കെ കുറ്റപത്രങ്ങൾ തയ്യാറാക്കിയതിന്ന് ഏത് കുറ്റവാളിയെ കിട്ടിയാലും ആ കുറ്റമൊന്ന് ബലപ്പെടുത്താൻ സർവോപരി കമ്മ്യൂണിസ്റ്റുകാരനും ആയിരിക്കും എന്ന്. ആ മനഃശാസ്ത്രത്തിലേക്ക്, പണ്ടത്തെ പോലീസ് ഏമാൻ്റെ മനഃശാസ്ത്രത്തിലേക്ക് കേരളത്തിലെ നിഷ്പക്ഷം എന്ന് നമ്മൾ ധരിക്കുന്ന, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന മാധ്യമങ്ങൾ അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നു എന്നതാണ് ഇതിലെ ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സിജു പറഞ്ഞത് വളരെ ശരിയാണ്. തീർച്ചയായും NBC, അതായത് നേരത്തെ പറഞ്ഞൊരു പൊതുബോധ നിർമ്മിതിയുടെ പ്രശ്നമുണ്ട്. ആ പൊതുബോധ നിർമ്മിതി ഇവിടെ വളരെ കാലങ്ങളായിട്ട് സമർത്ഥമായി ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ പൊതുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-കാരാണോ ഇടതുപക്ഷമാണോ അവർ കുഴപ്പക്കാരായിരിക്കും, അധാർമികമായി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും എന്ന് തന്നെയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിലെ പ്രളയകാലത്ത് ഒരു ഓമനക്കുട്ടൻ സഖാവിൻ്റെ ഒരു വാർത്ത നമ്മുടെ മുന്നിൽ ഓർമ്മ വരുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ മറ്റു വാർത്തയും കൂടെ ഉണ്ട്. പണ്ട് CPM ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് നടത്തിയൊരു സമരത്തിൽ ഒരു വനിത സ്കൂട്ടറുമായി ഓടിച്ച് വന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ ആ വനിതയുടെ പക്ഷത്ത് മൊത്തം അങ്ങ് ചേരുകയും മൊത്തം CPM-ൻ്റെ സമരം വരെ പ്രശ്നം, ആ സമരത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ കൂടി കുറച്ച് കഴിക്കുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ ആ വിഷയത്തെ മാറ്റുകയും ചെയ്തു. ആ ചിത്രത്തിന് ഒരു പത്രം കൊടുത്ത അടിക്കുറിപ്പ് ജനം ചൂലെടുത്തു തുടങ്ങി എന്നായിരുന്നു. പിന്നീട് ചൂലെടുത്തത് ആരാണ് എന്ന് കേരളം കാണുകയും കേരളത്തിൻ്റെ മനസാക്ഷി അത്തരം മാധ്യമ സംസ്കാരത്തിനെതിരെ ചൂലെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലേ, എനിക്ക് നമ്മുടെ ആനന്ദിൻ്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന പുസ്തകത്തിൽ ആണെന്ന് തോന്നുന്നു, കല്ലുവിൻ്റെ മതിൽ വീണ് ആട് ചത്തു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു കഥയുണ്ടല്ലോ. അതിൽ ആ പറയുന്ന രീതിയുണ്ട്. അവസാനം ഇങ്ങനെ പറഞ്ഞു പോയിട്ട് എന്താണ് നിയമം ആർക്കൊപ്പമാണ് എന്നുള്ളൊരു വിഷയത്തിലേക്ക് വരും. ഇതേപോലെ നിങ്ങൾ ആദ്യം പ്രതിഷ്ഠിക്കുകയാണ് ഇവിടെ ആര്യ രാജേന്ദ്രനാണോ, അത് മേയറാണല്ലോ, പ്രായം കുറഞ്ഞ മേയറാണല്ലോ, അത് CPM-കാരിയാണല്ലോ, CPM-കാരി ആയതുകൊണ്ട് ഇങ്ങനെ അഹങ്കാരത്തോടെ സംസാരിക്കും. ആ മുൻവിധി മാധ്യമങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങൾ അവർ പല ലക്ഷ്യങ്ങളോടുകൂടി സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാൻ തോന്നും. പക്ഷേ ഈ പരമ്പരാഗത നമ്മൾ പറയുന്ന മെയിൻ സ്ട്രീം സോക്കാൾഡ് മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ബിജു കൂട്ടിച്ചേർക്കൂ. ബിജു ഇതേക്കുറിച്ച് വായിച്ച വാർത്തകളുണ്ട്, കണ്ട വാർത്തകളുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഈ ഒരു അഭിപ്രായം എത്രമാത്രം പ്രസക്തമാണ്. ഏതൊരു വാർത്ത കിട്ടിയാലും
CPIM-കാരെ തല്ലാനുള്ള ആ വടി ഇങ്ങോട്ട് എടുത്ത് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ ചാടിയിറങ്ങുന്ന ഒരു കാഴ്ച നമ്മുടെ കേരളത്തിൽ കുറേ കാലമായിട്ട് കാണുന്നുണ്ട്. അത് തന്നെയല്ലേ ഇത്തവണയും ഉണ്ടായിരിക്കുന്നത്. ആര്യയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് ആര്യ പിടിച്ച കൊടിയാണ് ഒരു തടസ്സം, ആര്യ ഇട്ട മേയറുടെ കുപ്പായമാണ് ഒരു തടസ്സം. അല്ലെങ്കിൽ ആര്യയല്ല, മറ്റൊരാളായിരുന്നു, മറ്റൊരു പെൺകുട്ടിയാണ്, മറ്റൊരു യുവതിയാണ് ഈ വിഷയത്തിലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളുടെ രീതി വേറെ. ആ പെൺകുട്ടി ചിലപ്പോൾ അതിജീവിത എന്ന് വിളിച്ചേക്കും, ആ പെൺകുട്ടിയെ ചിലപ്പോൾ ഇരയാക്കപ്പെട്ടവർ എന്നൊക്കെ വിശേഷിപ്പിച്ച് കൊണ്ടുപോകും. അപ്പോൾ തടസ്സം എന്ന് പറയുന്നത് ആര്യ പിടിക്കുന്ന കൊടിയാണ്, ആര്യയുടെ മേയർ കുപ്പായമാണ് ആര്യക്കെതിരെ ഉള്ള ഇത്തരം നീക്കത്തിന് പിന്നിലുള്ളത്. മേയറാവുന്നതിന് മുമ്പ് ആര്യ ഇട്ടുകൊണ്ട് നടന്നിരുന്ന പലപ്പോഴും പ്രകടനങ്ങളിൽ നമ്മൾ കാണാറുള്ള ആ റെഡ് വോളണ്ടിയർ ഡ്രസ്സ് കൂടിയാണ്. അതെ, അതൊക്കെ തന്നെ ആയിരിക്കണം ആര്യക്ക് ഒരു തടസ്സം എന്ന് പറയുന്നത്. നേരെ മറിച്ചായിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇനി മറ്റൊരാളാണെങ്കിൽ, ഇനിയിപ്പോൾ സുരേഷ് ഗോപിയും കുടുംബവും ആയിരുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ, വളരെ ഹീറോയിക്കായിട്ടായിരിക്കും അത് ചിത്രീകരിക്കപ്പെടുക. കൃഷ്ണകുമാറും കുടുംബവും ഒക്കെ ആയിരുന്നു എങ്കിൽ. ഇവിടെ ഇതിൻ്റെ ഈ അവർ പിടിച്ച കൊടിയുടെ ഒരു വിഷയം തന്നെയാണ് അതിലൊരു പ്രധാന പ്രശ്നം എന്ന് തോന്നി. ഒരുപക്ഷെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളൊക്കെ അതിനെതിരെ നീങ്ങുന്നതും പൊതു സോഷ്യൽ മീഡിയയുടെ അവസ്ഥ നമുക്കറിയാം. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും അങ്ങനെ നീങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലെയിമിങ് ദ വിക്ടിംസ് എന്ന് പറഞ്ഞിട്ട് എഡ്വേർഡ് സെയ്ദിൻ്റെ ഒരു പുസ്തകമുണ്ട്, നമുക്കെല്ലാം അറിയാം. ഇതേ തന്നെ വീണ്ടും വീണ്ടും പഴിക്കപ്പെടുകയാണ്. അതായത് അധിക്ഷേപിക്കപ്പെട്ട ഒരു പൊതുസ്ഥലത്ത് അധിക്ഷേപിക്കപ്പെട്ട സ്ത്രീ വീണ്ടും പൊതുമാധ്യമങ്ങളിലൂടെ വീണ്ടും പഴിക്കപ്പെടുകയാണ്, വീണ്ടും അവരെ ആക്ഷേപിക്കുകയാണ്. രണ്ട് തരം അപമാനങ്ങളും രണ്ട് തരം അധിക്ഷേപങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അതായത് ഈ ഞാൻ ഏതാണ്ട് ഈ മാധ്യമങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നി, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് ഒരു ഇൻസിഡൻറ്റ് നടന്നത്. അതായത് മാനന്തവാടിയിൽ നിന്നും മറ്റേ കൊച്ചിയിലേക്ക് വരുന്ന KSRTC ബസ്സിൽ അല്ലേ ഒരു പെൺകുട്ടിയുടെ അടുത്തിരുന്ന് ഒരാൾ ഇതേ ലൈംഗിക ചേഷ്ട നടത്തിയത്. ആ കുട്ടി അപ്പോൾ തന്നെ ഉടൻ തന്നെ അത് വീഡിയോയിൽ ചിത്രീകരിച്ച് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലിട്ടു. അപ്പോഴുണ്ടായിരുന്ന പ്രതികരണമാണത്. ഉടൻ പ്രതികരിക്കേണ്ടുന്ന ചില ഘട്ടങ്ങളുണ്ട്. അവിടെ ഇതുപോലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വേണ്ടത്. ആര്യയും ചെയ്തത് അതുപോലുള്ള പ്രതികരണങ്ങളാണ്. അന്ന് ബസ്സിൽ നിന്ന് ഇയാൾ ഇറങ്ങി ഓടിയപ്പോൾ ബസ് കണ്ടക്ടർ ആണ് ഓടിപ്പിടിക്കുന്നത്. നമ്മളൊക്കെ ചാനലുകളൊക്കെ ആ വിഷ്വൽസ് കൊടുത്തതാണ്. കണ്ടക്ടർ ഓടി, പിന്നീട് അവിടെ കണ്ടക്ടർ തള്ളി മാറ്റി അയാൾ ഓടിയപ്പോൾ നാട്ടുകാർ മുഴുവൻ ആ പ്രതിയെ പിടിച്ച് കൊണ്ടുപോന്നു. ഇവിടെ എന്താണ് സംഭവം? ഇവിടെ നേരെ മറിച്ചാണ്. ഇവിടെ ഇരയുടെ കൂടെ നിൽക്കുന്നില്ല, ഇരയെ പഴിക്കുകയാണ് ചെയ്യുന്നത്. അതിജീവിത എന്ന് വിശേഷിപ്പിക്കേണ്ടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം ചെയ്യുന്നത് വേട്ടക്കാരൻ്റെ കൂടെ ഓടുകയാണ്. വേട്ടക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു നീക്കമാണ് നടക്കുന്നത്. പക്ഷെ അവിടുത്തെ ആ സംഭവത്തിൽ നിന്ന് വേറൊരു സംഭവം കൂടി ഉണ്ടായി. അതിൽ തന്നെ ഒരു സംഭവം ഉണ്ടായതെന്ന് വിചാരിച്ചാൽ ആലുവ സബ് കോടതിയിൽ നിന്ന് ഇയാൾ പുറത്തിറങ്ങിയപ്പോൾ, ഈ കോഴിക്കോട് സ്വദേശിയായ ഈ യുവാവ് പുറത്തിറങ്ങിയപ്പോൾ എന്തോ മെൻസ് അസോസിയേഷൻ എന്നോ പുരുഷ അങ്ങനെ എന്തോ പറഞ്ഞ സംഘടന അവരെ പൂമാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുവരികയാണ്. അടിസ്ഥാനപരമായി ഈ പ്രതിയെ പൂമാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരുന്ന ഈ പ്രതിയുടെ മാനസികാവസ്ഥ തന്നെയാണ് നമ്മുടെ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ചെയ്യുന്ന ഇതാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് നമ്മളുടെ ഒരു രീതിയല്ല. എന്നാൽ പോലും ഒരു കാര്യം അടർത്തിയെടുത്ത് കാണണം. പത്രങ്ങളൊക്കെ പർവ്വതീകരിച്ചൊരു കാര്യം, ആര്യയുടെ കാറ്, ആ ആര്യ വന്ന കാറ് അത് ഈ ബസ്സിനെ തടയുന്ന നിലയിൽ നിന്നു, അത് സീബ്ര ലൈനിലേക്ക് കടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടിയാണ് അവരുടെ ആക്രമണത്തിൻ്റെ കുന്തമുന ഒരുക്കുന്നത്. ഒരു വാഹനം വഴിയിൽ നിർത്തുന്നത്, പ്രതിഷേധമുണ്ടാക്കുന്നത്, മറ്റ് യാത്രക്കാരെയും വഴിയെ പോകുന്ന മറ്റാളുകളെയും ഒക്കെ അത് ബാധിക്കുന്നത് ഒക്കെ കേരളം ഇതേക്കാൾ ഭീകരമായി മണിക്കൂറുകളോളം, ഇതേതാണ്ട് 15 മിനിറ്റ് 20 മിനിറ്റാണ് നീണ്ടു നിന്നത് എങ്കിൽ മണിക്കൂറുകളോളം അത് കേരളം കണ്ടിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചുമതല വഹിക്കുന്ന ഗവർണറിൽ നിന്നാണ്. അന്ന് ഈ മാധ്യമങ്ങളൊക്കെ എന്താണ് ചെയ്തിരുന്നത്? ക്യാമറ കൊണ്ടുപോയി വെച്ച് ലൈവ് ആയി സംപ്രേഷണം ചെയ്യാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോയി വെച്ച് ഈ മാധ്യമങ്ങൾ കൂടി മറ്റ് ഗവർണർ ആവേശിച്ച കുറേ ആളുകളായി നിന്ന് ഉറഞ്ഞു തുള്ളുന്നൊരു കാഴ്ച കേരളം കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം? എന്താണ് ഇവരെ ബാധിക്കുന്ന പ്രശ്നം? മാനസിക പ്രശ്നം എന്തിനോടുള്ള വൈമുഖ്യമാണ് എന്നത് നമ്മൾ അടിവരയിട്ട് തന്നെ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയാണ് സൈബർ മീഡിയയുടെ കാര്യം വരുന്നത്. സൈബർ മീഡിയയുടെ കാര്യം
കുറേ ബിജു നോക്കി വരാം എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളിപ്പോൾ വിഷയവിഭജനം, ചുമതലാ വിഭജനം നടത്തിയപ്പോൾ ബിജു എന്ത് പറയുന്നു? അല്ല, ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു മാനസിക നില തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത്. അതായത് ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സൈബർ മീഡിയ ഏത് തരത്തിലാണ് ചർച്ച മുന്നോട്ട് പോയിരിക്കുന്നത് നോക്കുക. ഇപ്പോൾ NBC തന്നെ പറഞ്ഞു തടസ്സം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പാളയത്ത് 15 മിനിറ്റോളം ആണ് തടസ്സം സൃഷ്ടിച്ചത്. എത്രയോ മണിക്ക് ഈ ബസ് വരുന്നത് തന്നെ എത്രയോ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടായിരിക്കും. അപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്കിൽ ഒരുപക്ഷെ ആ ബസ്സിലുള്ള ആളുകളുടെ ചിന്താഗതി എന്താണെന്ന് നമ്മൾ കണ്ടോ? ബസ്സിലുള്ള ആളുകൾ ഒക്കെ ഇതിനെതിരായിരിക്കും. ഒരു അനീതി നടക്കുമ്പോൾ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഉടൻ പ്രതികരിക്കണ്ടേ? ഇതിനെ പരമ്പരാഗതമായ രീതിയിൽ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് എഴുതി പോലീസിൽ കൊടുത്ത് കോടതിയിൽ പോയി ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കേണ്ടത്? ഇത് എല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു വിഷയം. അവരൊരു മേയറെന്നോ അവരൊരു CPIM നേതാവോ എന്നതിനപ്പുറത്ത് അവർ സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതിനിധിക്കായി സ്വയം പൊതുവിടങ്ങൾ അധിക്ഷേപിക്കപ്പെടുമ്പോൾ അവർക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കാനാവുക? ഇപ്പോൾ പെട്രോൾ ബർത്ത് പറഞ്ഞിട്ടില്ല, എന്താണ് ഒരു നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അവിടെ ഒരു കലാപം, ഇരുട്ടി സൂര്യാസ്തമയത്തിന് മുമ്പ് അവിടെ ഒരു കലാപം ഉണ്ടാകണം എന്ന് പറഞ്ഞതുപോലെ ഈ പ്രതികരണം അപ്പോൾ തന്നെ നടക്കേണ്ടതാണ്. അവരുടെ ഒരു ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമാണ്. അവിടെ അവർ മേയറാണെന്നോ അവർ CPIM പ്രവർത്തകയാണെന്നോ ഇല്ല, അവരുടെ സ്ത്രീത്വത്തിന് നേരിട്ടൊരു അപമാനമാണ്. അതുകൊണ്ടാണ് അവർ കരഞ്ഞുപോയത്. സൈബർ മാധ്യമങ്ങളിൽ വന്ന പ്രതികരണങ്ങൾ അത് പ്രേക്ഷകർക്ക് മുമ്പിൽ കുടുംബമായിട്ട് ഇരുന്ന് ആളുകൾ കാണുന്ന ഒരു ഉത്തരവാദപ്പെട്ട മാധ്യമം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ അതിൽ വന്ന കോട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾ എഴുതിയിരിക്കുകയാണ്, KSRTC ഡ്രൈവർ കാണിച്ചു എന്ന് മേയർ കുട്ടി പറയുന്ന ആ പ്രത്യേക ആക്ഷൻ പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കാൻ MLA ഭർത്താവ് തയ്യാറാകണം. എങ്ങനെയുണ്ട്? നിങ്ങളെ ഒരു ആംഗ്യം, അശ്ലീലത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു ആംഗ്യം കാണിച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഇറങ്ങി വന്ന് തെരുവിൽ നിന്ന് അത് ആളുകളെ കാണിക്കണം എന്ന് വിധിക്കുന്ന സൈബർ മീഡിയ മനോരോഗികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ആരെയാണ് എന്താണ് കാണിക്കേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാലം വന്നിരിക്കുന്നു. സിജു, NBC ഇതുമായി ബന്ധപ്പെട്ട് ഈ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ച് ഈ വിഷയം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഈ സൈബർ ഇടത്തിൽ വന്നൊരു കാര്യമാണ്. പണ്ട് ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് അന്ന് ഈ ആറ്റുകാൽ പൊങ്കാലക്കിട്ട കല്ലൊക്കെ എടുത്ത് മാറ്റി, കല്ല് എടുത്ത് അതൊരു 8-10 വീട് ഉണ്ടാക്കി. അന്ന് കല്ലെടുത്തത് കള്ളി എന്ന ഇപ്പം വീണ്ടും എടുത്ത് പൊക്കിക്കൊണ്ട് വരികയാണ്. കല്ലുകള്ളി എന്നൊക്കെ പറഞ്ഞാണ് ഇത് കൊണ്ടുവരികയും ചെയ്യുന്നത്. അതായത് ഇത് അറിയാത്തവർ ചിലപ്പോൾ കരുതും അന്ന് ഈ മേയർ ഈ കല്ലെടുത്തോണ്ട് പോയത് അത് ആ കല്ല് കൊണ്ടുപോയിട്ട് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വീടില്ലാത്ത കുറേർക്ക് വീട് വെച്ചു. അതാരും പിന്നീട് ആരും ചർച്ച ചെയ്തിട്ടുമില്ല. ഇതാണൊരു പ്രശ്നം. ഈ സൈബർ മീഡിയ എന്ന് പറയുന്നത് ഒരു തരത്തിൽ മനോരോഗികളുടെ ഒരു കേന്ദ്രമാണ്. സൈബർ മീഡിയയുടെ ഇടപെടലുകൾ, നല്ല വിഷയങ്ങൾ, നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ പൊതുമധ്യത്തിൽ പറയാൻ കഴിയാത്ത ചില മനോരോഗികളുണ്ടല്ലോ. നേരിട്ട് ഒരു മനുഷ്യരോട് പൊതുമധ്യത്തിൽ പറയാൻ കഴിയാത്ത ചില അശ്ലീലത കലർന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞങ്ങ് തീർക്കും. അതിന് മലയാളത്തിലൊരു ചൊല്ലൊക്കെ ഉണ്ട്. ആ പരിപാടി നടത്തുന്ന ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇത് കേരളത്തിൻ്റെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുക. ഇതിനൊരു കൂച്ചുകിടങ്ങേണ്ടതുണ്ട്. പിന്നെ നേരത്തെ മുത്തത്തി പറഞ്ഞു വന്നൊരു വിഷയമുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഇത് ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കുക? അവർക്ക് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് മേയർ ഉപരിയായിട്ട് അവരൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും ഈ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. ഇത്തരം നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുന്നു. എവിടെ ഒരു അനീതി കണ്ടാലും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ചോദ്യം ചെയ്യുമ്പോൾ നടുറോഡിലാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. വണ്ടി തടഞ്ഞു നിർത്തി തന്നെ ചോദ്യം ചെയ്യണം. തെറ്റായ ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ അതിനപ്പോൾ തന്നെ കൃത്യമായി മറുപടി കൊടുക്കുകയും ഇടപെടുകയും വേണം. അതുതന്നെയാണ് ആര്യ രാജേന്ദ്രൻ ചെയ്തിട്ടുള്ളത്. അത് പ്രശ്നമാക്കി ഉയർത്തിക്കാട്ടുകയും അതിൻ്റെ പേരിൽ അവരെ വ്യക്തിപരമായും അവരുടെ ഭർത്താവിനെയും അവഹേളിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് വല്ലാത്ത മനോനില തകർന്നു പോകുന്ന മലയാളിയെയാണ് നമ്മളിവിടെ കരുതേണ്ടത്. ഈ പറയുന്ന യദുവിനെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഷീജ പറയട്ടെ, അതെ, ഈ സൈബർ മേഖലയിൽ നിന്ന് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആര്യ രാജേന്ദ്രൻ, ഒപ്പം തന്നെ ആര്യയുടെ സഹോദരൻ്റെ ഭാര്യയും അതേ ആക്രമണത്തിന് ഒരു നിലയ്ക്ക് ഇരയാവുന്നുണ്ട്. 2 സ്ത്രീകൾ നേരിട്ട ആ ആക്രമണത്തെക്കുറിച്ച്, തനിക്കുണ്ടാക്കിയ ഒരു തോന്നലിനെ കുറിച്ച് ഷീജ തന്നെ പറയട്ടെ.
അത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ വിഷയം ഉണ്ടായതിന് പിന്നാലെ ഈ പറയുന്നത് പോലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ അവർ മേയറുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കാൻ തയ്യാറാകുന്നില്ല. മറിച്ച് ഡ്രൈവറായിട്ടുള്ള യദുവിന് ആവശ്യത്തിലധികം സ്പേസ് മാധ്യമങ്ങൾ നൽകുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ NPC സൂചിപ്പിച്ചതുപോലെ NPC ഒരു കമൻറ്റ് മാത്രമാണ് വായിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ആര്യയുടെ ഔദ്യോഗിക വാട്സപ്പ് നമ്പറിലേക്ക് വന്ന നിരവധി മെസ്സേജുകൾ കണ്ടു. പക്ഷെ അതൊന്നും നമുക്കൊരു സദസ്സിൽ പറയാൻ സാധിക്കാത്ത ഒന്നാണ്. അത്തരത്തിൽ ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോണിലേക്ക് പോലും വാട്സപ്പിൽ അത്രത്തോളം അശ്ലീലകരമായ മെസ്സേജുകൾ അയക്കുന്നു. അതിനൊപ്പം തന്നെ ആര്യ പറയുന്നത് വേറൊന്നുമല്ല. കഴിഞ്ഞ ദിവസം നഗരസഭയുടെ കൗൺസിൽ യോഗം ചേർന്നു. ഈ യോഗത്തിലും BJPയുടെയും UDFന്റെയും അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആര്യക്കെതിരെ രംഗത്ത് വരുന്നു. അപ്പോൾ ആര്യ അവിടെ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ, ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമാണ്, എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിക്കേണ്ടതല്ലേ എന്ന്. പക്ഷേ പ്രതികരിക്കുമ്പോൾ അതിനും പൊളിറ്റിക്സ് ആണ് ബാധകമാകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ സാധിച്ചത്. ആരാണ് ആര്യ ഒരു ഇടതുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത്. അതിൽ ഏറ്റവും ഉദാഹരണം, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ആര്യ മുതൽ നമുക്കിപ്പോൾ അറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ 68 വയസ്സുള്ള KK ശൈലജ ടീച്ചർ വരെ, അവർ വരെ നേരിട്ടത് ഒരേ രീതിയിലുള്ളൊരു സൈബർ ആക്രമണമാണ്. കാരണം അവർ ഇടതുപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണ്. അത്തരത്തിലുള്ള പൊതുപ്രവർത്തകർക്കെതിരെ സൈബർ ആക്രമണം, അത് സൈബർ ലോകത്ത് എന്തും പറയാം എന്നുള്ളവരാണ്. അവർക്കും കുടുംബമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്ത ആർക്കുമില്ല. പക്ഷേ ഇത് എതിർഭാഗത്താണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെക്കുറിച്ച് വാദിക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും നിരവധി മാധ്യമങ്ങൾ തയ്യാറാകും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഈ ഒരു ഘട്ടത്തിൽ. വി ദ പീപ്പിൾ എന്ന ഈ പരിപാടിയിൽ നമ്മൾ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട രീതിയിൽ എങ്ങനെ ചർച്ച ചെയ്യണം എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ആര്യ രാജേന്ദ്രനും ജീവിത പങ്കാളി സച്ചിൻ ദേവും ഒരു KSRTC ഡ്രൈവർക്കെതിരെ ഉയർത്തിയ ആരോപണം, KSRTC ഡ്രൈവർ യദു അതിനെതിരെ പറയുന്ന പ്രതിരോധം, അത് നിയമ നടപടികൾക്ക് വിധേയമായി അതിൻ്റെ ശരിതെറ്റുകൾ നിയമം അനുവദിക്കുന്ന രീതിയിൽ നിർണയിക്കപ്പെടട്ടെ എന്ന് തീരുമാനിക്കേണ്ട ഒരു സമൂഹം എന്താണ് ചെയ്തത്? നമ്മളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചത്. ഇത്തരത്തിൽ കാര്യങ്ങൾ പോകട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം വളരെ അപകടകരമായ ഒരു വാസന സമൂഹത്തിലെ വാച്ച് ഡോഗ്സ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ പക്ഷം ചേരുന്നു. സൈബർ മേഖലയിൽ ഒരു പറ്റം മനോരോഗികൾ ഇറങ്ങിയിരിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ അതിന് ചരിത്രം അതിൻ്റെ തിരിച്ചടി കാത്തുവെച്ചിട്ടുണ്ടായിരിക്കും എന്ന് മാത്രമാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷത്തെ കൊന്നുതള്ളുന്നൊരു കാലത്ത് മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നവർക്ക് പറയേണ്ടി വരും. ഒരു പക്ഷത്തെ ഏകപക്ഷീയമായും നീതിരഹിതമായും ആക്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്രമിക്കപ്പെട്ട് നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ തീരുമാനിക്കുന്ന ഒരു ചരിത്ര നിമിഷം വരും. ആ ചരിത്ര നിമിഷം വരുമ്പോൾ അതിനെ ആളുകൾ നേരിടുന്നത് ചിലപ്പോൾ നിയമങ്ങൾ മറികടന്നുകൊണ്ട് കൂടിയായിരിക്കും. അങ്ങനെ ഒരു സാമൂഹ്യ ദുരന്തത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ തള്ളി എത്തിക്കാതിരിക്കാൻ ഈ മാധ്യമങ്ങളും ഈ സൈബർ രംഗത്ത് ഇറങ്ങിയ മനോരോഗികളും ശ്രദ്ധിക്കുന്നത് നന്ന് എന്നു മാത്രമാണ് ഞങ്ങൾക്ക് ഇതെല്ലാം കണ്ടുനിന്ന ഒരു മാധ്യമത്തിലെ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്നു മാത്രം പറഞ്ഞുകൊണ്ട് വി ദ പീപ്പിളിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.